അള്ളാഹനെ അറിയാം. അള്ളാഹനെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. വസലിമാം ഇയാലുമതിൽ അങ്ങനെ ഒരു അധ്യായം തന്നെ ഉണ്ട്. അന്നൽ മുസ്തഹിഖലിൽ മഹബത്തി അല്ലാഹ്, സാക്ഷാൽ മഹബത്തിന്റെ അവകാശി അല്ലാഹ് മാത്രമാണ്. വമൻ അഹബ്ബ ഗൈറല്ലാഹ്, അല്ലാഹ് അല്ലാത്ത ഒരാളെ ഒരാൾ സ്നേഹിച്ചാൽ ലാ മിൻ നൈസു നിസ്ബത്തുലൈഹി, അള്ളാഹുവിലേക്കുള്ള യാതൊരു ബന്ധവും ഇല്ലാതെ ഒരാൾ അല്ലാത്ത ഒരാളെ സ്നേഹിച്ചാൽ അത് അവന്റെ ജഹാലത്താണ്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. തുടർന്ന് കൊണ്ട് സലിമാൻ പറയാണ്, വഹബ്ബു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കൽ മഹ്മൂദുൻ, സ്തുത്യമായ കാര്യമാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു ഐന ഹുബ്ബില്ലാഹ്, അത് അള്ളാഹിനോടുള്ള സ്നേഹം തന്നെയാണ്. അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കൽ മഹ്മൂദായ കാര്യമാണ്, തുത്യർഹമായ കാര്യമാണ്. പക്ഷേ അത് അള്ളാഹിനോടുള്ള സ്നേഹം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഞാനതിലേക്ക് പോകല്ല. ഒരാൾ ശരിക്കും അല്ലാഹു തആലാനെ മനസ്സിലാക്കിയാൽ അവൻ അള്ളാഹിനെ സ്നേഹിക്കും. ശരിക്കും ഒരാൾ അല്ലാഹു തആലാനെ സ്നേഹിച്ചാൽ പിന്നെ അവൻ്റെ സ്നേഹമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമായിരിക്കും. റസൂലിനെ സ്നേഹിക്കണത് അള്ളാഹ്ക്ക് വേണ്ടി, ഔലിയാക്കന്മാരെ സ്നേഹിക്കണതും അല്ലാഹു തആലാക്ക് വേണ്ടി. പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ പറ്റിയവരെ മാത്രമേ അവൻ സ്നേഹിക്കുള്ളൂ. അവൻ വെറുക്കുന്നതും അല്ലാഹു തആലാക്ക് വേണ്ടി, അവൻ കൊടുക്കുന്നത് അല്ലാഹു തആലാക്ക് വേണ്ടി, കൊടുക്കാതിരിക്കുന്നതും അല്ലാഹു തആലാക്ക് വേണ്ടി. ഈ 4 ഗുണങ്ങളുള്ളവനെ പറ്റി പുണ്യനബി പറയാണ്, ഫഖദിസ്തകമലൽ ഈമാൻ, അവനാണ് ഈമാൻ പൂർണ്ണമായവൻ. അള്ളാഹ് സ്നേഹിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുന്നു, അല്ലാഹു തആലാക്ക് വേണ്ടി കൊടുക്കുന്നു, അല്ലാഹു തആലാക്ക് വേണ്ടി കൊടുക്കാതിരിക്കുന്നു. അള്ളാഹനെ മനസ്സിലാക്കണം. അള്ളാഹനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പുണ്യ മുഅ്മിനീങ്ങളെ, നമ്മൾ എപ്പോഴും അള്ളാഹനെ പറ്റി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി. എന്നാൽ തന്നെ നമുക്ക് കുറേയൊക്കെ അള്ളാഹനെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചെല്ലുന്ന ഓരോ ദിക്റുകൾ, ഇപ്പോൾ ഞാൻ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ രാവിലെ ഒരു ദിക്റുണ്ട്, ചെറിയൊരു ദിക്റ്. ആ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ആ ദിവസത്തിലെ അവൻ്റെ ശുക്രൻ അവൻ വീട്ടിയവനായി. ആ പകലിലെ വൈകുന്നേരം ചൊല്ലിയാൽ ആ രാത്രിൻ്റെ ശുക്രൻ വീട്ടിയവനാകും. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലക്കൽ ഹംദു ലക ശുക്ർ. ഇതാണ് ആ ദിക്ർ. ഇത് രാവിലെ ചൊല്ലേണ്ടതാണ്, വൈകുന്നേരം ചൊല്ലേണ്ടതാണ്. പുണ്യനബി രാവിലെയും വൈകുന്നേരം ചൊല്ലിയ ദിക്റാണ്. അല്ലാഹുവേ, എന്നിലോ നിന്റെ ഏതെങ്കിലും വല്ല സൃഷ്ടിയിലോ വല്ല നിഅമത്തും ഈ പ്രഭാതത്തിൽ ഉണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ എന്നിലോ നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിലോ വല്ല അനുഗ്രഹവും നിയമത്തും ഉണ്ടെങ്കിൽ ഫമിൻക, നിന്നിൽ നിന്നാണ്, അതിൻ്റെ ദായകൻ നീ മാത്രമാണ്. വഹദക, നീ മാത്രം. ലാ ശരീക ലക, നിനക്ക് പങ്കാളികൾ ഏതുമില്ല. ആ നിഅമത്ത് ലഭിക്കുന്നതിൽ നിനക്കൊരു പങ്കാളിയുമില്ല. ഫലക്കൽ ഹംദു, അതുകൊണ്ട് എല്ലാ സ്തുതിയും നിനക്ക് മാത്രമാണ്. വലക്ക ശുക്രു, എല്ലാ ശുക്രും നിനക്ക് മാത്രമാണ് തമ്പുരാനെ. കണ്ടാ നിങ്ങൾ എല്ലാ നിയമത്തും, ഇതൊക്കെ ബഹുമാനപ്പെട്ട അയിമത്ത് രേഖപ്പെടുത്തുകയാണ്. എല്ലാ നിഅമത്തും അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹ് തന്ന നിയമത്തോ എണ്ണിയാൽ തീരൂല. വഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുസ്സുഹാ, അല്ലാഹുവിൻ്റെ നിയമത്തുകൾ എണ്ണിത്തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അസംഖ്യം എണ്ണിത്തീരാനാവാത്ത അനുഗ്രഹങ്ങൾ അരുളുന്ന, അരുളിക്കൊണ്ടേയിരിക്കുന്ന, നിമിഷം എണ്ണിയാ തീരാത്ത അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചാൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോ ദിക്റുകൾ ചിന്തിച്ചോളി. ഉണർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ചുരുങ്ങിയത് നമ്മൾ പറയുമല്ലോ. അപ്പം എന്താ പറയണത്? അഹ്യാന ബഅദമ അമതന, മരിപ്പിച്ച ശേഷം ഇപ്പോൾ ജീവിപ്പിച്ചത് അല്ലാഹുവാണ്, അവനാണ് സ്തുതി. ആ അല്ലാഹുവിൻ്റെ കൃപ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഉറങ്ങിയ ഞാൻ ഉണരുമായിരുന്നില്ല എന്നാ പറയണത്. അത് ഉറങ്ങുമ്പോഴും പറയുന്നുണ്ട്, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു അല്ലാഹുമ്മ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. നമ്മളൊക്കെ എപ്പോഴും ചൊല്ലണ ദിക്റാണ്. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. അള്ളാഹിനോടുള്ള സ്നേഹം അള്ളാഹിനെ മനസ്സിലാക്കുമ്പോഴാണ്. അള്ളാഹിനെ മനസ്സിലാക്കാൻ നമുക്ക്, സാധാരണക്കാരായ നമുക്ക്, അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി.
അള്ളാഹുവേ നിന്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്ത് ഞാനിതാ കിടക്കുകയാണ്. ബിസ്മിക റബ്ബി വളയത്ത് ജംബി വബിക അർഫു. നിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉണരുകയുള്ളൂ, ഈ ഭാഗത്തെ ഞാൻ ഉയർത്തുകയുള്ളൂ. ഇൻ അംസക്ത നഫ്സി ഫർഹംഹ. ഈ ഉറക്കിൽ എൻ്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ, എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ, ഫർഹംഹ, അതിനോട് നീ കരുണ കാണിക്കണമേ. വൈൻ അർസൽതഹ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബി ഇബാദക സ്വാലിഹീൻ. അല്ല, എൻ്റെ റൂഹിനെ നീ വിട്ടു തരികയാണെങ്കിൽ, അഥവാ എന്നെ ഉണർത്തുകയാണെങ്കിൽ, നിന്റെ സൽവൃത്തരായ ആളുകളെ നീ കാക്കുമ്പോൾ എന്നെ കാത്തുകൊള്ളണമേ തമ്പുരാനെ. ഉറങ്ങാനും നമുക്ക് കഴിവില്ല, ഉണരാനും കഴിവില്ല, രണ്ടിനും അഭാവമാണ്. പിന്നെ ഉറങ്ങി ഉണർന്നോടെ മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ മുഖയ്യതായ ഓരോ ദിക്റുകളിലും മുഅ്മിനീങ്ങളെ നമ്മൾ പറയണത് എന്താണെന്ന് മനസ്സിലാക്കി വരും. അല്ലാഹ് അല്ലാതെ ആരെ സ്നേഹിക്കുക? അള്ളാഹിനോടുള്ള മുഹബ്ബത്ത്. ഞാൻ ആ വിഷയം നീട്ടിക്കൊണ്ട് പോകണില്ല. മുസലിമാം ഒരു വിജ്ഞനെ തൊട്ട് ഒരു മഹാനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഹിയാലുമതിൽ. മിസ്കാലു ദർറത്തിൻ മിനൽ ഹുബ്ബി. ഹുബ്ബിൽ നിന്നുള്ള ഒരു അണുവിൻ്റെ തൂക്കം, ഒരു അണുമണി തൂക്കം ഹുബ്ബ്, അള്ളാഹിനോടുള്ള ഹുബ്ബ്. അഹബ്ബു ഇലയ്യ മിൻ ഇബാദത്തി സബഈന സന ബിലാ ഹുബ്ബ്. ഹുബ്ബ് ഇല്ലാത്ത 70 വർഷത്തെ ഇബാദത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരം ഒരു അണുമണി തൂക്കമുള്ള മഹബത്താണ്. അള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഇബാദത്ത് എടുക്കുക. നിസ്കാരമാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും ഒക്കെ പേടിച്ചിട്ടല്ല, പേടിച്ചിട്ട് മാത്രമല്ല, സ്നേഹിച്ചിട്ട് ചെയ്യണതിനെ സംബന്ധിച്ചാണ് മഹാന്മാർ പറയണത്. ഗസാലി ഇമാം ഒരു മഹാൻ ഉദ്ധരിച്ച് പറയാണ്, 70 കൊല്ലം ഞാൻ മഹബത്തില്ലാതെയുള്ള എൻ്റെ ഇബാദത്ത്, അള്ളാഹിനോട് സ്നേഹമില്ലാത്ത ഇബാദത്ത് ഉണ്ടല്ലോ, അതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഒരു അണുമണി തൂക്കമുള്ള സ്നേഹമാണ്, മഹബത്താണ്. മഹബത്ത് വലിയൊരു വിഷയമാണ്. നിസ്കരിക്കാനൊക്കെ നമ്മൾ പോണത് വാങ്ങാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകണം, അള്ളാഹിനെ സ്നേഹിച്ചിട്ടായിരിക്കുക എന്നുള്ളത് ഉയർന്നൊരവസ്ഥയാണ്. പേടിച്ചിട്ടുള്ളത് അത് വേറൊരവസ്ഥയാണ്. രണ്ടും വേണം, പേടി വേണം, അള്ളാഹിനെ അതാണ് ഇഷ്ടം വേണം. മുഅ്മിനീങ്ങൾക്കുള്ള അനിവാര്യമായ ഗുണമാണ് അള്ളാഹിനെ പേടിണ്ടാകുക. ഇതിപ്പോൾ പേടിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പേടിയുള്ളതൊന്നും പറയൽ ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല, വളരെയധികം നിരുത്സാഹപ്പെടുത്തപ്പെടുകയാണ്. നരകമൊന്നും പറയേണ്ട, സ്വർഗം മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ നിർദ്ദേശം. അങ്ങനെയാണ് ഇപ്പോൾ പ്രതീക്ഷ ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി, പേടിയുള്ളത് പറയേണ്ട. പേടി വേണം, പേടി വേണം. അൽ ബയ്യിന സൂറത്തിൽ നല്ല മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞെടുത്ത്, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻ ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. നല്ല മുഅ്മിനീങ്ങളെ പറ്റി വിശേഷണം എല്ലായിടത്തും കാണാൻ സാധിക്കും. നല്ല മുഅ്മിനീങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, ഉലൈക ഹും ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ്. തഫ്സീൽ പറഞ്ഞിട്ട് മലായിക്കത്തിങ്ങളിൽ മേലെയാണ്. വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോണില്ല. സൽക്രമങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ, ജന്നാത്തു അദ്നിൻ, നിത്യവാസത്തിന്റെ സ്വർഗീയ ആരാമങ്ങൾ, ഖാലിദീന ഫീഹാ അബദാ, എന്നും അതിലവർ നിത്യവാസികളാണ്. റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറളൂ അൻഹു, അല്ലാഹനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ദാലിക ലിമൻ ഖശിയ റബ്ബ, അല്ലാഹനെ പേടിച്ചവർക്കുള്ളതാണ്. പേടിച്ചിട്ട് അള്ളാഹിന്റെ മിത്രമായി അള്ളാഹിലേക്ക് അഭയം തേടി അള്ളാഹിന്റെ ചങ്ങാതിയായിട്ട് മാറുക എന്നുള്ളതാണ് അതിന്റെ അവസ്ഥ. മുഅ്മിനീങ്ങളെ, പേടി വലിയൊരു ഇബാദത്താണ്. ഇബേജർ തങ്ങൾ തന്റെ സവാജിറിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളൊരു തെറ്റ് ചെയ്തു. അങ്ങനെ അയാൾക്ക് ഭയങ്കര ദുഃഖമായി. 40 കൊല്ലം ആ ദുഃഖത്തിന്റെ മേലെ അയാൾ ഖേദിച്ചു. അയാൾ പോകുമ്പോഴും വരുമ്പോഴും ചോദിക്കണം, ബിമ ഉർദി റബ്ബി, എൻ്റെ റബ്ബിനെ ഞാൻ എങ്ങനെ തൃപ്തിപ്പെടുത്തും എന്ന് ചോദിച്ച അയാൾ ഇങ്ങനെ ബേജാറായി നടക്കുക. അപ്പോൾ കുതിവ സുദ്ദീഖൻ, അയാളെ സുദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടു എന്നാണ്. ഒരു തെറ്റ് ചെയ്തതിൽ ദുഃഖിച്ചുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ആശങ്കയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ദുഃഖം. ഒരുപാട് ആളുകൾ ഇപ്പം അങ്ങനെയുണ്ട്, വലിയ ദുഃഖം, തെറ്റുകളൊക്കെ ചെയ്ത്. ഈ പാവപ്പെട്ട എന്നോട് തന്നെ പലരും, ഇന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, വാക്കുകൾ പോലും വ്യക്തമല്ല,
പഠിച്ചവനക്ക് പുറത്തു തരുമോ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മര്യാദക്ക് കേൾക്കാൻ തക്കത്തോലെ പറയുന്ന പറഞ്ഞു. വാട്സപ്പിൽ ഇങ്ങനെ പറയണേ, അതൊന്നും അറിയില്ല. നേരത്തെ റഷീദ് ശബ്ദങ്ങൾ സീതകൾ പറഞ്ഞ പോലെ കുറേ ആൾ കേൾക്കാനും കുറേ ആൾ ചോദിക്കാനുണ്ട്. ചോദിക്കൾക്ക് നല്ല സുഖമാണ്, എന്തും ചോദിക്കുക. ആളെ നമ്മളറിയണില്ല, എവിടെന്നെങ്കിലൊക്കെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. ഇപ്പം എന്തൊരു ചങ്ങായി ചോദിക്കണതാണ്, കാര്യമായൊരു തെറ്റ് ചെയ്തത്, എനിക്ക് അല്ല പുറത്തു തരുമോ? ഞാൻ അവനോട് പറഞ്ഞു, ഇതേറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഈ ദുഃഖം ഉണ്ടായല്ലോ, നല്ല പ്രതീക്ഷ ഉണ്ട് എനിക്ക്. എത്ര ആളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാണ് ആളുകൾ. പുണ്യനബി പറയാണ്, ബനൂ ഇസ്രായേലികൾപ്പെട്ട ഒരാളൊരു തെറ്റ് ചെയ്തു, എങ്ങനെ ഇനി അള്ളാനെ തൃപ്തിപ്പെടുത്തും എന്നുള്ള ദുഃഖത്തിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. 40 കൊല്ലം അയാളെ ശുദ്ധീകന്ന് രേഖപ്പെടുത്തപ്പെട്ടു. അതാണ് പേടി. മുഅ്മിനീങ്ങളെ, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ചെറുപ്പക്കാരനെ സംബന്ധിച്ചും പറയേണ്ട അതേ അധ്യായത്തിൽ ഇബ്നു ഹജർ തങ്ങൾ വലിയ തഖ്വയുള്ള ആളായിരുന്നു, ഭക്തനായിരുന്നു, എപ്പോഴും പള്ളിയിലായിരുന്നു ആള്. ഒരു സ്ത്രീ അദ്ദേഹത്തെ സ്നേഹിച്ചു എന്നാണ്. സാധാരണ പെണ്ണുങ്ങളെ വളക്കുക എന്നാ പറയല്. ഇത് പെണ്ണ് ഇയാളെ വളച്ചു, ഇയാള് ആ പെണ്ണിൻ്റെ അടുക്ക് പോയി. ഇഖ്തലാബിഹ എന്നാണ് പറഞ്ഞത്. ആ പെണ്ണും അയാളും റൂമിൽ തനിച്ചായി. ഇത് ഭയങ്കര തെറ്റാണ്. ഇത് ചിലരെ ശ്രദ്ധയിലൊന്നും ഈ ഖൽവത്തുൽ മുഹറം എന്താന്നുള്ളത് ഇല്ലാത്ത ആളുകളുണ്ട്. ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ ഇളച്ചിയോ മൂത്തിച്ചൊക്കെ അടുക്കളയിലുണ്ട്, നമ്മളും അവിടെ അടുക്കളയിൽ ഒറ്റക്ക്. ഇതാണ് ഈ പറയണത്, തെറ്റാണ്. അങ്ങനെ റൂമിലൊക്കെ ആരൊക്കെ ഉണ്ട്, അതോട് വിഷയമല്ല. ഒരു റൂമിൽ തൊട്ട ഒതു മുറിയുന്ന ഒരാണും പെണ്ണും ഒറ്റക്കാകുക, ഇതിനാണ് ഖൽവത്ത് മുഹറമ എന്ന് പറയാം. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ മഹറമുൻ മിന്നാ, മഹറമില്ലാത്തൊരു പെണ്ണിന്റെ കൂടെ തനിച്ചാകാൻ പാടില്ല. ഫഇന്ന സാലിസഹുമ ശൈത്താൻ, മൂന്നാമത് അവിടെ ശൈത്താൻ ഉണ്ടാവും. പെരയിലൊക്കെ എപ്പോഴും സംഭവിക്കും. തൊട്ട ഒതുരുന്ന ആളുകൾ നമ്മളെ ഇളച്ചി മൂത്തച്ചി അല്ലേ, ഇളയമ്മ മൂത്തമ്മ, ഇതൊക്കെ തൊട്ട ഒതുരുന്ന ആളുകളല്ലേ. ഇളയമ്മ മൂത്തമ്മച്ച മൂത്താപ്പാൻ്റെ ഭാര്യ എളാപ്പാൻ്റെ ഭാര്യ, ഓലൊരു അടുക്കളയിലോ ഡൈനിങ് ഹാളിലോ ഒരു റൂമിലൊക്കെ ഓലുണ്ട്. ആ റൂമിൽ നമ്മൾ ഒറ്റക്ക്, മൂന്നാമത്തെ ഒരാളില്ലാതെ, എന്നാൽ അവിടെ മൂന്നാമത്തെ ശൈത്താൻ ഉണ്ടാകുന്നതാണ്. അത് തെറ്റാണ്. ഈ ഭക്തനായ ചെറുപ്പക്കാരൻ പെണ്ണിന്റെ വീട്ടിൽ പോയി ഒരു റൂമിൽ ഒരു തനിച്ചായി. ഉടനെ ആ സഹോദരനിക്ക്, ആ ചെറുപ്പക്കാരൻ നിൽക്കുന്ന ആൾ അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തം ഓർമ്മയായി. അമാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ച് ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ട ആളുകൾ, അവർക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നാസിയാത്ത് സൂറത്തിൽ പറഞ്ഞില്ലേ. ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് ആ ചെറുപ്പക്കാരൻ ബോധരഹിതനായി ആ പെണ്ണിന് മുമ്പെന്ന് പെണ്ണ് പുറത്തു കൊണ്ടുവന്നിട്ടു. ബോധം കെട്ട ചെറുപ്പക്കാരനെ വീട്ടിന്റെ പുറത്തേക്കാക്കി. പിതാവ് വന്നിട്ട് അയാളെ കൊണ്ടുപോയി. അയാൾ മരിച്ചു, മറമടക്കി. ഖബറിന് ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തോതി സൂറത്ത് അർ-റഹ്മാനിലുള്ള വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, നാളെ റബ്ബിന്റെ സമക്ഷം നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ച അയാൾക്ക് 2 സ്വർഗമുണ്ട് എന്ന ആയത്തങ്ങോട്ട് ഓതി ഖബറിന് നിന്നിട്ട്. കാരണം ഈ ചെറുപ്പക്കാരൻ പേടിച്ചാണല്ലോ ബോധം കെട്ട് വീണത്, അള്ളാനെ പേടിച്ചാണ്. ആ സമയത്ത് ഖബറിൽ നിന്ന് ഈ ആയത്തിങ്ങനെ അദ്ദേഹം ഓതുകയാണ്, യാ ഉമർ ഖദ് അഅതാനില്ലാഹു ഇയ്യാഹുമാ, ആ 2 തോട്ടം അല്ലാഹു തആല എനിക്ക് തന്നിരിക്കുന്നു, വരിളാ, അള്ളാന്റെ തൃപ്തിയും എനിക്ക് തന്നിരിക്കുന്നു. ഒരു അന്യ സ്ത്രീന്റെ കൂടെ ഒരു റൂമിൽ തനിച്ചാകുക എന്നുള്ളൊരു തെറ്റ് വന്നപ്പോ നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന പേടിയാണ് ഉണ്ടായത്. മുമ്പിരികളെ ഫതുൽ മൗസിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയലുണ്ട്, കരഞ്ഞ് കരഞ്ഞ് ചോര കളർന്ന കണ്ണീർ വരുമായിരുന്ന, ചോരന്റെ ക്ലാപ്പുള്ള മഞ്ഞ നിറത്തിലുള്ള കണ്ണീർ വരുമായിരുന്നു കരഞ്ഞിട്ട്. മരണശേഷം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആള് സ്വപ്നം കണ്ടു. അല്ലാഹു തആല എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അല്ലാഹു തആല എന്നെ അടുപ്പിച്ചു. അല്ലാഹ് എന്നോട് ചോദിച്ചു, എന്തിനാ അങ്ങനെ കരഞ്ഞത്? ഞാൻ പറഞ്ഞു, പടച്ചോനെ, നിന്നോടുള്ള കടപ്പാടുകൾ വീട്ടിയോ എന്ന ആശങ്കയിലാണ് ഞാൻ കരഞ്ഞതെന്ന്. അപ്പോൾ അല്ലാഹു തആല എന്നോട് പറയാണ്, അങ്ങയുടെ നന്മ തിന്മകൾ ഉയർത്തുന്ന മലായിക്കത്യങ്ങൾ 40 കൊല്ലമായി അങ്ങയുടെ കർമ്മപുസ്തകം ആകാശത്തേക്ക് ഉയർത്തുകയാണ്, ഒരു തെറ്റുപോലും അതിലില്ല. 40 കൊല്ലമായിട്ട്
ഒരു തെറ്റ് പോലുമില്ല. ഇങ്ങോട്ടാ കാര്യമാണ്, ഇങ്ങോട്ടാണ് പേടിക്കണത്. അത് ഈമാൻ്റെ സ്വഭാവമാണ്. അങ്ങനെ പേടിച്ചവരെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പേടിച്ചിട്ട് കണ്ടില്ല, അർശിൻ്റെ തണൽ കിട്ടും. പേടിച്ച് അള്ളാഹിനെ കുറിച്ച് ഒറ്റക്കിരുന്ന് ദിക്ർ ചൊല്ലി പേടിച്ച് ഒരു തുള്ളി കണ്ണീര് വന്നയാൾക്ക് നാളെ നരകമോക്ഷമുണ്ട്, അർശിൻ്റെ തണലുണ്ട്. ഈ പേടി മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. എന്നാൽ അള്ളാഹിനെ പേടിക്കുമ്പോൾ നമ്മൾ പാമ്പിനെ പേടിക്കണമാർക്ക് അല്ലെങ്കിൽ നരിനെ പേടിക്കണമാർക്ക് ഒളിച്ചോടലല്ല. പേടിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹിൻ്റെ ആളായി അള്ളാഹിൻ്റെ മിത്രമാകുക. തവല്ലനി ഫീമൻ തവല്ലൈത, നിന്റെ മിത്രങ്ങൾ നീ എന്നെ പെടുത്തണമേ തമ്പുരാനേ. പേടിച്ച് ഓടല്ല അള്ളാഹിനെ തൊട്ട്, അള്ളാഹുലേക്ക് അഭയം തേടി അള്ളാഹുലേക്ക് അടുത്ത് അള്ളാഹിൻ്റെ ആളായി മാറുക, അള്ളാഹിനെ സ്നേഹിക്കുക. പേടിയും വേണം, പ്രതീക്ഷയും വേണം, രണ്ടും വേണം. സൂറത്ത് അംബിയയിൽ അല്ലാഹു തആല ഉടനടി ഉത്തരം കൊടുത്ത് പറഞ്ഞിട്ട് പറയും, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ. അവരൊക്കെ ഖൈറാത്തിൽ മുന്നേറുന്നവരും പേടിയോടും പ്രതീക്ഷയോടും കൂടെ ദുആ ചെയ്യുന്നവരുമായിരുന്നു എന്ന് സൂറത്ത് അംബിയയിൽ. ആരെ സംബന്ധിച്ചാ പറയണത്? അമ്പിയാക്കന്മാരുടെ ദുആക്ക് ഉടനടി അല്ലാഹു തആല ഉത്തരം ചെയ്ത രംഗങ്ങൾ പറയാണ് സൂറത്ത് അംബിയയിൽ. ഓരോ പ്രവാചകന്മാരെ വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആ, തമ്പുരാനെ വിഷമം എന്നെ സ്പർശിച്ചിരിക്കുന്നു, നീ കാരുണ്യകരിൽ ഏറ്റവും നല്ല കാരുണ്യവാനാണല്ലോ എന്ന്. അത്രേ പറഞ്ഞിട്ടുള്ളൂ മുഅ്മിനീങ്ങളെ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ വിഷമം എന്നെ സ്പർശിച്ചു പോയി. ആളുകളൊക്കെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുമാർ, സ്വന്തം ഭാര്യ അല്ലാതെ ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നൊക്കെയാണ് സീറകളിൽ പറയണത്. ആ നിലക്കുള്ള പ്രയാസം അനുഭവിച്ചപ്പോ നബി പറയണെന്താണെന്നറിയോ? അന്നീ മസ്സനിയദ്ദുർറു വഅന്ത അർഹമുർ റഹീമീൻ, നീ കാരുണികരിൽ ഏറ്റവും നല്ല കരുണാമയനാണല്ലോ തമ്പുരാനെ. ഫസ്തജബ്നാ ലഹു, ഉടനെ നാം ഉത്തരം ചെയ്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, അദ്ദേഹത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും നാം നീക്കിക്കൊടുത്തു. റഹ്മത്തും മിൻ വആതീനാഹു അഹ്ലഹു വമിത്ലഹും മഅഹും, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് നാം തിരിച്ചു കൊടുത്തു. അതേപോലെ വേറെയും കൊടുത്തു. 7 മക്കൾ മരിച്ചിരുന്നു, ആ 7 ആളെ ജീവിപ്പിച്ചു കൊടുത്തു. വേറെ 7 മക്കളെ വേറെയും കൊടുത്തു. റഹ്മത്തും മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ, നമ്മിൽ നിന്നുള്ള കാരുണ്യമായും ഇബാദത്ത് ചെയ്യുന്നവർക്ക് നല്ലൊരു ദിക്റയായും നാം ചെയ്തതാണ് അല്ലാഹു പറയാണ്. പിന്നെ ബഹുമാനപ്പെട്ട യൂനുസ് നബിയെ സംബന്ധിച്ച് പറയുന്നു, വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ വദന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ബിളുമാതി അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത, ഇത്രേ ദൂരത്തിലുള്ള മുഅ്മിനീങ്ങളെ, നീ അല്ലാത്ത ആരാധനേതുമില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. ആ ദുലുമാത്തിൽ വെച്ചുകൊണ്ട് നാദാഫി ദുലുമാത്തി, അന്ധകാരങ്ങളിൽ, മീനിന്റെ വയറ്റിന്റെ ഉള്ളിൽ, കടലിന്റെ അടിയിൽ, രാത്രിയുടെ ഇരുട്ടിൽ, കൂരാകൂരി ഇരുളുകളിൽ വെച്ചുകൊണ്ട് നബി അങ്ങനെ ദുആ ചെയ്തു. അല്ലാഹു പറയാണ്, ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം, ഉടനെ നാം ഉത്തരം ചെയ്തു, ആ ദുരിതത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷിച്ചു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ആ വണ്ണം എല്ലാ മുഅ്മിനീങ്ങളെയും നാം രക്ഷിക്കും. മുഅ്മിനീങ്ങളെ, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ കടലിൻ്റെ അടിയിൽ നിന്ന് നബി ഇങ്ങനെ ദുആ ചെയ്തപ്പോൾ മലക്കൾ അല്ലാഹുവോട് പറയാണ്, സൗത്തുൻ മഅറൂഫ്, പരിചിതമായൊരു ശബ്ദമാണല്ലോ, എപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമാണല്ലോ. അപ്പോൾ അല്ലാഹ് മലക്കളോട് പറയാണ്, ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയില്ലേ എൻ്റെ അടിയൻ യൂനുസാണത്. അപ്പോൾ മലക്കൾ, ഈ ധാരാളം അമലുകൾ ഇന്നും ഉയർത്തപ്പെടുമായിരുന്ന ആ യൂനുസാണോ? അതെ. എന്നാൽ പിന്നെ അദ്ദേഹത്തോട് കനിഞ്ഞൂടെ എന്ന് മലക്കുകൾ. അങ്ങനെയാണ് അല്ലാഹു തആല യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ചത്. അവിടെ തഫ്സീറിലൊക്കെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, ദുരിതങ്ങളിലും കട്ടകാലങ്ങളിലും ഒരാളെ ദുആക്ക് ഉത്തരം കിട്ടണമെന്ന് ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ നല്ല സുഭിക്ഷതയിലും സമൃദ്ധിയിലും നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ ധാരാളമായിട്ട് ദ്വാരുന്നോണ്ടിരിക്കണം. കട്ടകാലം ഉണ്ടാകുമ്പോൾ ദ്വാരുന്നാൽ പോരാ. നല്ല കട്ടകാലത്തിൽ പെടുമ്പോൾ പടച്ചോനെ പടച്ചോനെ എന്ന് വിളിക്കാനല്ല പ്രധാനം. എല്ലാ റാഹത്തുള്ള സമയത്ത് ഒരാൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ ദുരിതത്തിൻ്റെ സമയത്ത് അവർ വിളിക്കുന്ന വിളിക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും.
തുടർന്നുകൊണ്ട് മുസ്ലിം കൂടെ പറയുന്നുണ്ട്, ഫിറോൻ വലിയ ദുരിതത്തിൽപ്പെട്ടപ്പോൾ അള്ളാനെ വിളിച്ചു. ഇത് മുഹറം മാസമാണല്ലോ. ഫിറോന്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടൊരു സന്ദർഭമാണ്. ഫിറോനും ഇതേപോലെ അള്ളാനെ വിളിച്ചു ചെങ്കടലിൽ മുങ്ങി മരിച്ച സമയത്ത്. ചെങ്കടലിൽ അവൻ മുങ്ങിച്ചാവാറായപ്പോൾ കാല അവൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അള്ളാഹ് പറഞ്ഞത്. അൽ ആന, ഇപ്പോഴാണോ നിനക്ക് നേരം വെളുത്തത്? വഖദ് അസൈത ഖബലു, ഇതുവരെ നീ ധിക്കരിക്കുകയായിരുന്നു. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് നീ ഒരു പാഠമാവാൻ ഇന്ന് നിന്റെ തടി നാം രക്ഷിച്ചെടുക്കുകയാണ്. നിന്റെ തടിക്കൊരു കേടും പറ്റൂല, വരുന്നവർക്കൊക്കെ ഒരു പാഠമാവട്ടെ. മരിക്കാൻ നേരത്ത് റൂതുണ്ടെങ്കിൽ എത്തുമ്പോൾ എല്ലാം കാണും. സ്വർഗം കാണും, നരകം കാണും, മലായിക്കത്യങ്ങളൊക്കെ കാണും. അപ്പോൾ തൗബ ചെയ്തിട്ട് കാര്യമല്ല, എല്ലാവർക്കും ഒരു പാഠാവട്ടെ. നിന്റെ തടിക്കൊരു കേടും പറ്റില്ല. ആ തടി ഇന്നും കിടക്കുകയാണ് മുഅ്മിനീങ്ങളെ, ഒരു കേടും പറ്റാതെ, ഒരു ലേപനവും ചെയ്യാതെ. ഈ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ട് അയിമത്ത് പറയാണ്, ദുരിതങ്ങളും കട്ടകാലം ഉണ്ടാകുമ്പോഴും ദ്വാരക്കണുന്ന സമയത്ത് ഉത്തരം കിട്ടണമെങ്കിൽ ഒരു കട്ടക്കാരും ഇല്ലാത്ത നല്ല റാഹത്തുള്ളപ്പോൾ അള്ളാനോട് ദുആ ചെയ്യണം. അതാണ് മുഅ്മിന്. റാഹത്തൊക്കെ ആര് തരുന്നത്? അള്ളാഹ് തരുന്നതല്ലേ. അപ്പൊ അള്ളാനെ നല്ലോണം ഓർമ്മ വേണം. തുടർന്നുകൊണ്ട് സൂറത്ത് അംബിയായിൽ അല്ലാഹു തആല ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയാണ്, വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹു, എനിക്ക് മക്കളില്ല, എനിക്ക് അനന്തരാവകാശികളില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല, ഏറ്റവും നല്ല അനന്തരാവകാശി നീയാണല്ലോ എന്ന്. ഫസ്തജബ്നാ ലഹു, ഉടനെ നാം ഉത്തരം ചെയ്തു. വഹബ്നാ ലഹു യഹ്യ, യഹ്യ എന്ന മകനെ നാം നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിൻ്റെ ഇണയെ നാം എല്ലാ രോഗവും മാറ്റിക്കൊടുത്തു. വന്ധ്യയായിരുന്നു, പ്രസവിക്കാത്തവരായിരുന്നു, രോഗവും മാറ്റിക്കൊടുത്തു. യഹ്യ എന്ന മകനെ നൽകി എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരൊക്കെ ഖൈറാത്തിൽ മുന്നേറുന്നവരും, വയദ്ഊനനാ റഗബൻ വറഹബാ, പേടിയോടും പ്രതീക്ഷയോടും കൂടെ ദുആ ചെയ്യുന്നവരുമായിരുന്നു. മുഅ്മിനീങ്ങൾ പേടിയുടെയും പ്രതീക്ഷയുടെയും മധ്യയായിരിക്കണം. പേടി വേണം. എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും, ഒരു തെറ്റും ചെയ്യാത്തവനാണെങ്കിൽ പോലും ഞാൻ സ്വർഗത്തിൽ തന്നെയാണെന്ന് ഉറപ്പിച്ച ഒരാൾക്കും നിൽക്കാൻ പറ്റൂല. ഭയങ്കര ദോഷമാണ്, വൻദോഷമാണ്. അമ്ന്, നിർഭയത്വം, അള്ളാന്റെ മക്റിനെ കുറിച്ചുള്ള നിർഭയത്വം. 5 വക്തും തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, ആഴ്ചയിൽ ഖത്ത് ഓതും, ഒരു തോന്നിയാസത്തിനും പോണില്ല. ഒരു ലോകകപ്പ് കൂടിയും കാണുന്നില്ല. അല്ല, അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയണത്. അതിനൊന്നും ഒരു മുഅ്മിനായ മനുഷ്യന് ടൈം ഉണ്ടാവില്ല എന്ന് പറയണ്ടല്ലോ ഖുർആനിൽ. വല്ലദീനവും അനിൽ ലഹ്വി മുഅ്രിദൂൻ, ഒരു ലഹ്വിനും പോണില്ല, ഒരു നിരർത്ഥകമായ കാര്യത്തിനും പോണില്ല. എന്നാൽ പോലും ഞാൻ സ്വർഗത്തിൽ തന്നെയാണ്, എനിക്ക് നരകമൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിർഭയത്വം ഒരു മുഅ്മിന് ഉണ്ടാകാൻ പാടില്ല. ഇനി എത്ര തന്നെ തെറ്റ് ചെയ്ത് നിരാശ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹ് എനിക്ക് പുറത്തു തരൂല, ഞാൻ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല എന്നുള്ളൊരു നിരാശ ഉണ്ടല്ലോ, ഭയങ്കര തെറ്റാണ്, ഭയങ്കര തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 2 ആളുണ്ടായിരുന്നു ബനീ ഇസ്രായേലിൽ. ഒരാൾ ഭയങ്കര ഇബാദത്തുകാരനായിരുന്നു, മറ്റേ ആള് വളരെ റോങ് ആയിട്ട് ജീവിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ ഇബാദത്ത് എടുക്കണോ ഇവനോട് എന്നും പറയും, എടാ നന്നായിക്കളാ, തൗബ ചെയ്ത ആളാന്ന് പറയും. അപ്പോൾ അയാൾ പറയും, ഇജെന്നിൻ്റെ റബ്ബിനെയും വിട്ടാളാ, എൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞോണ്ട്. ആര്? ഈ മോശപ്പെട്ട് ജീവിക്കുന്ന ആള്. ഒരു ദിവസം ഇയാൾ ഭയങ്കര തെറ്റിനെ കണ്ടപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, അല്ലാഹ് സത്യം, മനക്ക് അല്ലാഹ് പുറത്തരൂല, സത്യം ചെയ്താണ് പറഞ്ഞു ഇയാൾ, ആ നല്ല മനുഷ്യൻ. ഉടനെ മലക്കിനെ വിട്ടു. അല്ലാഹു തആല 2 ആളെയും മരിപ്പിച്ചു. ആ തമ്മാടിനോട് സ്വർഗത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു, ആബിദിനോട് നരകത്തേക്ക്. ആബിദ് നരകത്തേക്കാണ്, തമ്മാടിക്ക് സ്വർഗമാണ് വിധിക്കപ്പെട്ടത്. ആരാടാ എന്നെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം നിനക്ക് തന്നത്? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അയിമത്ത് പറയുന്നുണ്ട്, അമലിങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉജുബുണ്ടല്ലോ, ഉജുബ് എന്നാണ് ഇതിന്റെ പേര്. ഞാൻ സ്വർഗത്തിൽ തന്നെ എന്നുള്ള, ഞാൻ നല്ല ആളാണെന്നുള്ളൊരു നില. ആ ഉജുബുണ്ടാക്കുന്ന അമലിനേക്കാളും നല്ലത് പേടി ഉണ്ടാക്കണ മഹസ്യത്താണ്. മഹസ്യത്തിന് അർത്ഥം വെക്കണ്ടല്ലേ നിങ്ങളെ? മഹസ്യത്തിന്റെ അർത്ഥം പറയണ്ട. പേടി ഉണ്ടാവണ മഹസ്യത്താണ്
റുജുബുണ്ടാണ് ഇബാദത്തിനേക്കാളും നല്ലത് എന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മോനികളെ, അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ഞാൻ എത്ര തെറ്റ് ചെയ്യണില്ലെങ്കിലും ഇന്ന അള്ളാഹുത്തല ശിക്ഷിക്കൂല, ഞാൻ സ്വർഗത്തിൽ തന്നെ എന്നുള്ളത് പാടില്ല. പേടി വേണം, എന്നാൽ പ്രതീക്ഷയും വേണം. എത്ര തെറ്റ് ചെയ്താലും ഒരു സൽക്കർമ്മം പോലും ചെയ്തിട്ടില്ലെങ്കിലും നിരാശപ്പെടാൻ പാടില്ല. ഒരുപാട് സംഭവങ്ങളാണ് ആ വിഷയത്തിൽ പുണ്യ നബി പഠിപ്പിച്ചത്. ഇബ്നു ഹജർ തങ്ങൾ ആ സവാജറിന്റെ അവസാനത്തിൽ ഈ ഖൗഫിനെ സംബന്ധിച്ചുള്ള പേജുകളോളം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടാണ്. പണ്ടൊരാള്, നമ്മളെ മതത്തിൽപ്പെട്ടതല്ല കേട്ടോ, ഒരു നന്മയും ചെയ്യാത്ത ആള്, അയാൾക്ക് മരിക്കാനായപ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നെ ചുട്ട് കരിച്ച് പൗതി കരയിലും പൗതി കടലിലുമായിട്ട് വിതരണം പണ്ണൂറ്. അങ്ങനെ ചെയ്തു. അള്ളാഹു തആല കരയിലും കടലിലും ഒഴുക്കിയ വെണ്ണൂറൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അയാളങ്ങോട്ട് ജീവിപ്പിച്ചിട്ട് ചോദിച്ചു, എന്തിനാ ചെയ്തത്? പഠിച്ചവനെ, നിന്നെ പേടിച്ചിട്ടാണ്. ഒരു നന്മയും ചെയ്യാതെ എങ്ങനെ നിന്റെ മുമ്പിൽ നിൽക്കുമെന്ന് പേടിച്ചാണ് ഞാനിത് ചെയ്തത്. അള്ളാഹു തആലക്ക് പുറത്തു കൊടുത്തതാണ്. അത് ഈ ഉമ്മത്തിൽപ്പെട്ടതല്ല കേട്ടോ. ഇതൊക്കെ എന്തിനാ പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര നമ്മൾ തെറ്റിയതിൽ നിരാശപ്പെടാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ. എനിക്കിതൊക്കെ പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാരോ, എത്ര ചെറുക്കന്മാരെ വിളിച്ചിട്ട് പറയണാരോ, ഓലാരാ നിനക്കറിയില്ല. ഓലിങ്ങനെ വിളിച്ചിട്ട് ധൈര്യമായിട്ട് വിളിക്കാമല്ലോ, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ആ റമദാൻ മാസത്തിൽ ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവർ കൊടുക്കേണ്ട കഫാറത്ത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു. എത്ര ആളെ പിന്നെ വിളിച്ചു? അതിൻ്റെ വിശദീകരണം ചോദിക്കുകയാണ്. എങ്ങനെയാണ് ആ കഫാറത്ത് കൊടുത്തിട്ട്? പെണ്ണ് കൊടുക്കണോ? പെണ്ണിന് 2 ദിവസം നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ച് 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ കരുതിയമാർക്കൊന്നുമല്ല. മുഅ്മിനീങ്ങളെ, എനിക്ക് കുറേ ഈ സമൂഹത്തിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും അറിയാൻ സാധിച്ചു. അതിൽ നിന്ന് അറിഞ്ഞൊരു സംഗതി ഇതാണ്, പല ആളുകളും നിരാശപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തആല പുറത്തു തരൂല. നമ്മൾ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല, ഏതായാലും നരകത്തേക്ക് എന്നെ ഇങ്ങനെ പൊട്ടേച്ച് നടക്കുന്ന ചില ആളുകൾ. അതൊരിക്കലും ശരിയല്ല. ഖുൽ, നബി പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിരുവിട്ട് ചെയ്ത തെറ്റുകൾ ചെയ്ത അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ, എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരും. മനസ്സിലായോ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് വളരെ ഉദാഹരണയോഗ്യമാണ്. നാളെ ഖിയാമത്ത് നാൾ ഒരു പ്രഖ്യാപനം വരികയാണ് അല്ലാഹുവിൻ്റെ. എല്ലാവരും നരകത്തേക്കാണ്, ഒരാൾ മാത്രമേ സ്വർഗത്ത് കൊള്ളൂ എന്നൊരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ ആ സ്വർഗത്തേക്ക് പോകുന്ന ആൾ ഞാൻ തന്നെ ആവോ എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. എന്നാൽ എല്ലാവരും സ്വർഗത്തേക്കാണ്, ഒരാൾ മാത്രം നരകത്തേക്ക് എന്ന് തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ ആ നരകത്തിലേക്ക് പോകുന്ന ആ ഒരാൾ ഞാനാകുമെന്നുള്ള പേടിയും എനിക്കുണ്ട്. പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിൽ ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. 50-50 നിൽക്കണം എന്നാണ് സാധാരണ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ. മരിക്കാൻ നേരത്ത് പൊന്നു മുഅ്മിനീങ്ങളെ, അള്ളാഹിനെ പറ്റി പ്രതീക്ഷ മാത്രമായിരിക്കണം എന്നാണ്. സോക്കെടുക്കാനാണ് ഇയാളിഞ്ഞ് ബാക്കിയാവില്ല, അങ്ങനത്തെ ഒക്കെ ഘട്ടമായിക്കണം. ദിവസങ്ങളിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് പ്രതീക്ഷ മാത്രം. അന ഇന്ദ ദന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കണത് അങ്ങനെ ഞാൻ ഉണ്ടാവും. പുറത്തു തരുന്നാണോ അങ്ങനെ. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ രോഗമായി മരണത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ പേടിയല്ല, പ്രതീക്ഷ മാത്രം. മനസ്സിലായോ? ആ രോഗിനെ കാണാൻ പോകുന്ന ആളുകളും അയാൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കണത് പറയണമെന്നാണ്. സാരില്ല, ഒന്നും ബേജാറാണ്ട, മേലെ തല മരിച്ചുള്ളൂ. മരിച്ചാൽ തന്നെ നമുക്ക് അള്ളാൻ്റെ അടുത്തേക്കാണ് പോകാനുള്ളത്. അള്ള പുറത്തു വരും. അള്ള മുഅ്മിനീങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. 100 ആളെ കൊന്ന ആൾക്ക് തൗബ അള്ള സ്വീകരിച്ചു എന്നൊക്കെ ആ സമയത്ത്. അത് നമ്മളിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളല്ല. നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ആ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരാ, രോഗിനോട് അങ്ങനെ പറയണ്ടേ. അല്ലാതെ രോഗിനോട് ഇങ്ങനെ ചെന്നിട്ട് അങ്ങനെ ഇതേ മരിക്കില്ല ഞങ്ങളുടെ പണ്ട് ഒരാൾക്കുണ്ടായിരുന്നത്, പിന്നെ അയാൾ ആകെ ഒരാഴ്ച കടന്നിട്ടുള്ളൂ മരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് ചില കൗമ്യങ്ങൾ പറയൽ കേട്ടോ. ആരാധികം പറയണില്ല, അത് ഭയങ്കര തെറ്റാണ്. രോഗികളെ ചെന്നിട്ട് ബേജാറാക്കുക, യോ തടിയൊക്കെ പറ്റ പോയിന്, എന്തിപ്പോൾ പറ്റിയെന്നോട് ചോദിക്കൂലേ? ബേജാറാക്കണ ചോദ്യം ഉണ്ടല്ലോ, ഒരിക്കലും ചോദിക്കരുത്. സമാധാനമുള്ളത് മാത്രം പറഞ്ഞു കൊടുക്കണം.
ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ ഉള്ള സത്യം പറയൽ നിർബന്ധമാക്കിയാണ്. നിങ്ങൾ ബാക്കിയോട്ടോ മരിച്ചോട്ടോ ഇല്ലേ? അങ്ങനെയാണല്ലോ ഇപ്പോൾ. ഇപ്പം അങ്ങനെയാണ് നിയമം എന്നാണ് കേട്ട്. ഓല് ഡോക്ടർമാരങ്ങനെ പറയട്ടെ, നമ്മൾ ഇതും പറയാം. ഏത് വരണ്ട ബേജാറാകണ്ട, മനസ്സിലായോ? സുന്നത്താണ്. രോഗി മരണാസന്നനായി അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ടിങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലുള്ള രോഗിനോട് സമാധാനിപ്പിക്കുക. അവരെ സമാധാനമാണ് വേണ്ടത്. അള്ളാനെ പറ്റിയേ പ്രതീക്ഷ വേണം. നാളെ നരകത്ത് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന ഒരാൾ പോയിക്കോ നരകത്ത് കയറിയപ്പോൾ തിരിഞ്ഞ് അള്ളാൻ്റെ അടുത്ത് കയറി നോട്ടം നോക്കുമല്ലോ. റസൂൽ പറയാണ്, ഇങ്ങോട്ട് അള്ളാനോട് പറയും, പഠിച്ചവനെ ഞാൻ ഇങ്ങനെ അല്ല എന്നെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത്, എനിക്ക് പുറത്ത് തരുന്നതാണ് നിന്നെക്കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് റബ്ബേ. നീയാൾ നരകത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് അള്ളാൻ്റെ അടുത്തേക്ക് അള്ളാഹിനോട് ഇങ്ങോട്ട് വാരി ഇന്ന സ്വർഗത്തേക്ക് പോയിക്കോന്ന് പറയുന്നതാണ്. ഇതൊക്കെ റസൂലുള്ള പറഞ്ഞതാണോ? പേടി വേണം, പ്രതീക്ഷയും വേണം. അള്ളാഹിനെ പേടിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹിനെ സ്നേഹിച്ച് അള്ളാഹിന്റെ മിത്രമാവുക. അള്ളാഹിന്റെ മിത്രമാവുക. മയ്യതവല്ലല്ലാഹ വറസൂലഹു വൽമുഅ്മിനീന ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. ആരെങ്കിലും അള്ളാഹിനോട് മൈത്രി പുലർത്തിയാൽ, അള്ളാഹു തആലയുടെ മിത്രമായാൽ, വറസൂൽ അള്ളാഹിന്റെ റസൂലിനെയും വൽമുഅ്മിനീന സത്യവിശ്വാസികളുടെയും മിത്രം. ഖുനൂത്തിലൊക്കെ വതവല്ലനി ഫീമൻ തവല്ലൈത നമ്മൾ ദ്വാരക്കൂലേ? അതിന് രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം പടച്ചവനെ നിന്റെ മിത്രങ്ങൾ എന്നെ പെടുത്തേണമേ എന്നാണ്. മുഅ്മിനീങ്ങളെ, അടുത്ത ദിവസം ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ കണ്ടു, ഒരു 10-11 മണിക്ക് ജുമയ്ക്ക് വന്നാണ്ട് തവല്ലനി ഭീമൻ തവല്ലൈത എന്ന് പറയണേ. ആ സുബയാണ്. എന്നോടൊരാൾ വിളിച്ചാണ്ട് ചോദിച്ചു, ഈ കുനൂത്ത് ഓതലും കൈ ഉയർത്തൽ നിർബന്ധമുണ്ടോ? കാരണം വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നിട്ട് കുനൂത്ത് ഓതാലേ, വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നിട്ട് സുബഹിസ്കരിക്കണം. അപ്പോൾ ആളെ മുമ്പ് ഇങ്ങനെ കൈ ഉയർത്തണം എന്നുണ്ടോ കുനൂത്ത് ഓതുമ്പോൾ? കൈ ഉയർത്താതെ ഓതിക്കൂടായത്. എന്താണ് ഈ കുനൂത്തിൽ പറഞ്ഞതെന്ന് മനസ്സിലാക്കണ്ടേ? നിന്റെ മിത്രങ്ങൾ നീ എന്നെ പെടുത്തേനമേ തമ്പുരാനെ. അള്ളാഹു തആലയുടെ മിത്രമാകാണ്, അള്ളാഹിന്റെ അടുത്തവനാകാണ്, അള്ളാഹു തആലയുടെ മൈത്രിയാണ്. അതാണ് മുഅ്മിന്. പേടിച്ച് പാമ്പിനെ കണ്ട് പേടിച്ച് ഓടിപ്പോകുന്നത് പോലെ ഓടാതെ അള്ളാഹു തആലയിലേക്ക് അടുക്കുക, അള്ളാഹു തആലയുടെ മിത്രമാകുക, അള്ളാഹിനെ സ്നേഹിക്കുക. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഏറ്റവും ശക്തമായ മുഅ്മിനീങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കുമ്പോൾ, സ്നേഹിച്ചുകൊണ്ടുള്ള നിസ്കാരം ഉണ്ടാകുമ്പോൾ, സ്നേഹത്തോടു കൂടെയുള്ള ഇബാദത്ത് ഉണ്ടാകുമ്പോൾ, അത് മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ ഇബാദത്തായിട്ട് മാറും. ആ ഇബാദത്ത് ഏതാണ്? ആ നിസ്കാരം ഏതാണ്? ലാ തുല്ലിഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ലാ തുല്ലിഹിം തിജാറത്തും വലാ ബൈഉൻ. കച്ചവടങ്ങളോ ഏർപ്പാടുകളോ അവരെ അശ്രദ്ധമാക്കുകയില്ല. അൻ ഇഖാമിസ് സ്വലാത്തി, നിസ്കാരം അതിന്റെ മുറ പോലെ നിലനിർത്തലിനെ തൊട്ടും, വ ഈതാഇസ് സകാത്തി, സകാത്ത് കൊടുക്കലിനെ തൊട്ടും അവരുടെ കച്ചവടങ്ങൾ അവർക്കൊരു തടസ്സമല്ല. കച്ചവടം അവർക്കുണ്ട്, കച്ചവടമൊക്കെ ഉണ്ട്, കച്ചവടം പോൽക്കുണ്ട്. കച്ചവടം ഇല്ലാത്തവരൊന്നുമല്ല, പോകാൻ കൊടുത്താൽ കച്ചവടമല്ല. മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ നിസ്കാരക്കാരുണ്ട്. ഇതൊക്കെ ഇന്നും കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഞാൻ വേറിന് ഇങ്ങനെ പോകാൻ കൊടുത്തപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഒരു 5-8 ആൾ ഒരു 11:30-12 മണിയോടുകൂടെ ദൂരസ്കരിക്കാൻ വന്നിട്ട് ഞാൻ ഇപ്പം ഉണ്ടായ പള്ളിയിൽ ഒക്കെ പള്ളിക്കൊന്നൊരു കിലോമീറ്റർ ദൂരമുള്ള ആളുകളാണ് ദൂരസ്കരിക്കാൻ വരികയാണ്. എന്നുണ്ട് അങ്ങനത്തെ നിസ്കാരക്കാരാണ് മുഅ്മിനീങ്ങളെ. അവർക്ക് വാങ്ങൊന്നും കേൾക്കണ്ട, ഒരു നിസ്കരിക്കാൻ വരികയാണ്. അങ്ങനത്തെ ഒരു നിസ്കാരത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. ഇന്നിൻ്റെ മൊബൈലിൽ ഒരു ചോദ്യം വന്നിരിക്കണം, ഉസ്താദേ ഞാനേ കച്ചവടമാണ്, അങ്ങനെ വാങ്ങിക്കൊടുത്ത് പള്ളിക്ക് പോകാൻ നേരത്തെ ആരെങ്കിലും വരും, ഓരും കൊല്ലും കച്ചവടമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ചുരുക്കി പറയാം പള്ളിക്ക് പോകാൻ കൊള്ളൂല. പിന്നെ പെരീ ചെന്ന ക്ഷീണ, അങ്ങനെയാണ് കടന്നുറങ്ങും. പിന്നെ ഈശ നിസ്കരിക്കാൻ 4 മണിക്കാ. ഇന്നൊരു മൂപ്പനോട് ചോദിക്കുകയാണ്, ഇതാരാ അറിയില്ല. അപ്പൊ താജുസ്കരിക്കാൻ പറ്റുമോ? ഉറങ്ങുന്നത് എങ്ങനെയാണ് ഈശസ്കരിക്കാതെ ഉറങ്ങണത്, കടന്നുറങ്ങണത്? അതൊരു കച്ചവടമാണ്. അങ്ങനത്തെ ഒരു കച്ചവടമുണ്ട്. അതേ സ്ഥാനത്ത് ഇങ്ങനത്തെ ഒരു കച്ചവടമുണ്ട്. വാങ്ങി കൊടുത്താൽ പിന്നെ കച്ചവടമല്ല, വാങ്ങി കൊടുത്താൽ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടേ വേറെ പരിപാടിയുള്ളൂ. മുഅ്മിനീങ്ങളെ, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ഫീഹാ ബിൽഗുദുവി വല്ലാസാൽ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി
യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഓക്കേ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വീടുകളിലാണ് അവരുണ്ടാകുക. അള്ളാഹുവിൻ്റെ വീടിൽ അവരുണ്ടാകും, പള്ളിയിലാണ് അവരുണ്ടാകുക. ഇന്നിപ്പോൾ പള്ളിയിൽ ഇത്തികാഫിരിക്കലും താടി വെക്കലും നിക്കാബും ഹിജാബും മോശപ്പെട്ട ലക്ഷണമാണെന്നാണ് ഇന്നത്തെ കണ്ടുപിടുത്തം. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പള്ളിയിലൊന്നും ഇത്തികാഫിരിക്കാനൊന്നും പാടില്ല. ഞങ്ങളെ ഇന്ന് പുതിയ ന്യൂസ് ഉണ്ട്, നിങ്ങൾ കേട്ടോ? താടി ഭീകരവാദത്തിൻ്റെ ലക്ഷണമാണ്. നിക്കാബ്, ഇനി അങ്ങനെ പലതും കേൾക്കാതിരിക്കണ്ടേ നമ്മൾ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലേക്ക് അടുക്കലേ മാർഗുള്ളൂ. ഓക്കെ, നിങ്ങൾ അൽ മുഅ്മിനു ഇദാ അറഫ റബ്ബഹു, ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ അല്ലാഹു തആലാനെ അറിഞ്ഞു കഴിഞ്ഞാൽ അഹബ്ബഹു, അല്ലാഹനെ സ്നേഹിക്കും. വഇദാ അഹബ്ബഹു അഖ്ബല ഇലൈഹി, അല്ലാഹനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്കുള്ള ഇഖ്ബാൽ, മുന്നടലുണ്ടാകും അല്ലാഹുവിലേക്ക്. വമൻ വജദ ഹലാവത്തൽ ഇഖ്ബാൽ, അള്ളാഹുവിലേക്കുള്ള മുന്നടലിന്റെ മാധുര്യം ഒരാൾ അറിഞ്ഞാൽ ദുനിയാവിലേക്കും ആഡംബരങ്ങളിലേക്കും ഐഹിക വിഭവങ്ങളിലേക്കും ശഹ്വത്തിന്റെ നോട്ടം അവൻ നോക്കുകയില്ല. നല്ല അങ്ങാടിയിലൊക്കെ നല്ല കച്ചവടം ചെയ്യുന്ന കുറേ ആളുകൾ എനിക്കറിയാം. വാങ്ങിൻ്റെ 10-15 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വന്നിട്ട് മൂത്രക്കൊഴിച്ച് നിസ്കരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് വാങ്ങ് കൊടുക്കുക. ഇങ്ങോട്ട് വാങ്ങി കൊടുത്താൽ ജമായത്തിനൊക്കെ പങ്കെടുത്തിട്ട് പോകുന്ന ആളുകൾ എനിക്കറിയാം. വലിയ വലിയ തിരക്കുള്ള അങ്ങാടി, വലിയ തിരക്കുള്ള കച്ചവടക്കാർ. ചുരുക്കം ചില ആളുകൾ എങ്ങനെ ഉണ്ടാവും. ചില ആളുകളൊക്കെ വാങ്ങി കൊടുത്തവൻ്റെ കച്ചവടമൊക്കെ നിർത്തി. ബഹുമാനപ്പെട്ട സയ്യിദനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീന മാർക്കറ്റിൽ, അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മദീന മാർക്കറ്റിൽ നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വാക്ക് കേട്ടു. ആ വാക്ക് കേട്ടപ്പോൾ കച്ചവടക്കാരൊക്കെ, അന്നത്തെ എല്ലാ കച്ചവടക്കാരും കച്ചവടം നിർത്തി പള്ളിയിലേക്ക് പോവാണ്. അത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതാണ് അല്ലാഹ് പറഞ്ഞത് സൂറത്ത് നൂറിൽ, അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ സുജാജതു കഅന്നാ കൗകബുൻ ദുർരിയ്യുൻ യുഖദു മിൻ ഷജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ യകാദു സൈതുഹാ യുളിയു വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ. അള്ളാഹിൻ്റെ നൂറ് ഇങ്ങനെ വിരിച്ചിട്ട് ഡബിൾ നൂറാണെന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹിൻ്റെ നൂറിലേക്ക് അള്ളാഹു തആല ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹ് ഹിദായത്ത് നൽകും. ആ ആളുകൾ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു വൻതുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹിഹിം വലാ തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാ. കച്ചവടങ്ങളും ഏർപ്പാടുകളൊന്നും നിസ്കാരത്തെ തൊട്ട് അവരെ അശ്രദ്ധമാക്കുകയില്ല എന്ന് അള്ളാഹ് പറഞ്ഞത് ഇവരെ പറ്റിയാണ്. അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മുഅ്മിനീങ്ങളെ, ഇന്നും സൗദി അറേബ്യയിൽ ഭാഗികമായിട്ടെങ്കിലും അങ്ങനെ ഒരു സംഗതി ഉണ്ട്. വാങ്ങിക്കൊടുത്ത സെറ്ററൊക്കെ അതാത്തുമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. (2009) ഞാൻ സൗദി അറേബ്യയിൽ പോയിട്ട് ഒരു ജമ്മാക്കിയൊരു അനുഭവം ഉണ്ടായിരിക്കും. മുമ്പേ അടുത്തും പറഞ്ഞിട്ട് നിർത്തുകയാണ്. ജമ്മാക്കി നിസ്കരിച്ചു ഒരു യാത്ര ചെയ്ത്, മഗ്‌രിബ് ഇശാവുമ്പോൾ ജമ്മാക്കി നിസ്കരിച്ചു. അങ്ങനെ ഇശാക്ക് വാങ്ങിക്കൊടുത്തു, പിന്നെ എനിക്കൊന്നും നിസ്കരിക്കാനില്ല. അപ്പോൾ എൻ്റെ ഇവർ പറഞ്ഞു, പോലെ എന്നെ വീടിൻ്റെ സെറ്ററൊക്കെ വീടിൻ്റെ ഉള്ളിലാക്കിയിട്ട് താത്തിയിട്ട് സെറ്ററൊക്കെ പൂട്ടിയിട്ട് ഓല് പോയി, ഓല് നിസ്കരിക്കാൻ പോയി. പോലെ നിന്നോട് പറഞ്ഞത്, ഈ റോഡിൽ എന്നെ കണ്ടാൽ ഞാൻ ജമ്മാക്കിനോണ്ടും കാരണം പിടിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ റബീഉൽ അവ്വൽ അതേ സ്ഥലത്ത് ഞാൻ പോയി. എന്നോട് അത്ര ഗൗരവമല്ല. സ്വലാന്ന് പറഞ്ഞ ഒരാളങ്ങനെ പോകുന്നുണ്ട്, ആരെയും നോക്കണമെന്നില്ല, പിടിച്ചോണ്ടോണമെന്നില്ല. ഒരു സ്വലാന്ന് പറഞ്ഞൊരു പോക്ക് അങ്ങനെ പോകുന്നുണ്ട്. വല്ലാത്തൊരു രോമാഞ്ചജനകമായ കാഴ്ചയായിരുന്നു സൗദി അറേബ്യയിൽ ഈ കഴിഞ്ഞ ഒരു 10-15 കൊല്ലം മുമ്പ് വരെ. വാങ്ങൽ കൊടുത്ത ഒരു കച്ചവടമില്ല, എല്ലാം നിർത്തിവെച്ചു. അതാണ് മഹബത്തോടു കൂടെയുള്ളൊരു നിസ്കാരം. അള്ളാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെ രൂപം അങ്ങനെയാണ്, ആ ഇബാദത്തിൻ്റെ രൂപം അങ്ങനെയാണ്. അതാണ് ബഹുമാനപ്പെട്ട മഹാൻ പറഞ്ഞത്, ഗസാലി ഇമാം ഉദ്ധരിച്ചത്, അണുമണി തൂക്കം മഹബത്ത്, അത് 70 കൊല്ലം മഹബത്തില്ലാത്ത ഇബാദത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരം. അതാണ് ആ മഹബത്ത്, അള്ളാഹിനോടുള്ള മഹബത്താണ്. അള്ളാഹിനോടുള്ള മഹബത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനിവാര്യമാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളത്.